കണ്ണൂരിലെ തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പറശ്ശിനിക്കടവ് പോകുമ്പോഴുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലൂടെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ വീഡിയോ കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഇത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇത് വലിയൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേരെടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. എന്നാലും ക്ഷേത്രമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. എന്തായാലും സ്ത്രീകൾക്ക് അവിടെ കയറി തൊഴണമെങ്കിൽ അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ തൊഴാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് അവിടെ വന്ന് അങ്ങനെ തൊഴുത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഒരു 7 മണിയോട് കൂടിയൊക്കെ തന്നെയുള്ളൂ സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന്. ഇവിടുത്തെ വിശ്വാസപ്രകാരം ഭഗവാൻ പകൽ സമയത്ത് തപസ്സിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല. അത്താഴ പൂജ സമയത്ത് ഭഗവാൻ തൻ്റെ പത്നി പാർവതി ദേവിയോടൊപ്പം സൗമ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിലേക്ക് ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു കൊടിമരമോ ഒന്നും ഇല്ല കേട്ടോ. ആ സ്ഥാനത്ത് ശിവവാഹനമായ നന്ദിയാണ് കേട്ടോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശനം ഇല്ല എന്നുള്ളത്. പിന്നെ പാർവതി ദേവിയുടെ ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഈ ക്ഷേത്രം. സതീദേവിയുടെ തല ചെന്ന് വീണത് ഈ ക്ഷേത്രം ഇരിക്കുന്ന ഒരു ഭാഗത്താണ് എന്നാണ് കേട്ടോ വിശ്വസിക്കപ്പെടുന്നത്. രാജാക്കന്മാരുടെ രാജാവ് രാജേശ്വരനായിട്ടാണ് ഇവിടെ ശിവഭഗവാനെ ആരാധിച്ചു പോരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഉയരമുള്ള വലിയ ലിംഗമായത് കാരണം അവിടുത്തെ നിന്നുകൊണ്ടാണ് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് കേട്ടോ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനോ തൊഴാനോ കാണാനോ ഒന്നും പറ്റിയില്ല. പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും പോയി വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ദൂരെ നിന്ന് അങ്ങനെ പുറമേ കൂടിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ വീഡിയോസായിട്ട് എടുത്തതാണ്. പിന്നെ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയാണെങ്കിലും കോവളത്തിൻ്റെ ഇല പൂജയ്ക്ക് എടുക്കാറില്ല. പൂവോട് കൂടിയിട്ടുള്ള തുളസിക്കതിരാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മംഗല്യ പൂജ. പിന്നെ ബ്രാഹ്മണ സ്ത്രീകൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ല എന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. ഒരുപാട് പേരൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ശാന്തമായ അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ആ മതിൽക്കെട്ട്, അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ശിവൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കൊട്ടിയൂർ ഉത്സവ സമയം, ആ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ വരുന്നവരൊക്കെ ഒരുവിധ ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിലൂടെ കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഒരുപാട് പേര് പോയിട്ടുള്ളതായിരിക്കും. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലൊക്കെ പോയതും കാണുന്നതും. പറശ്ശിനിക്കടവൊക്കെ പോവാറുണ്ടെങ്കിലും ഇവിടെ വന്ന് അങ്ങനെ തൊഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നല്ലൊരു ക്ഷേത്രം. പിന്നെ മറ്റുള്ള അമ്പലങ്ങൾ പോലെയല്ല, അവിടെയുള്ള പ്രതിഷ്ഠ നമുക്ക് കാണണമെങ്കിൽ അവിടെ ഇരുന്നിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നുകൂടി അറിഞ്ഞു കേട്ടോ. എന്തായാലും അതൊന്നും കാണാനും പറ്റിയില്ല. അങ്ങനെ നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. എന്തായാലും അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല. ഒരു 7 മണി മുതൽ ഒരു 8:30 ആ ടൈമിലാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സൈഡ് ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് സൈഡിലൂടെ ഇങ്ങനെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ മുകളിൽ നിന്നുള്ള താഴോട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അത്. ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആ മതിൽക്കെട്ടും ഇതിനകത്തുള്ള ആ ക്ഷേത്രവും ഒക്കെ ആ പഴമയെ നിലനിർത്തുന്ന ഒരു എന്താ പറയുക നല്ലൊരു ക്ഷേത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലും കൂടി ഒന്ന് സപ്പോർട്ടോടി ചെയ്യണം കേട്ടോ.